കേരളത്തെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടും. നിലവിൽ സഹായം കൊടുക്കുന്നത് പിന്നാക്ക സംസ്ഥാനങ്ങൾക്ക്. വിവാദ പ്രസ്താവന. കേന്ദ്ര ബജറ്റിനെതിരെ കേരളത്തിൽ പ്രതിഷേധം കത്തി നിൽക്കെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. പാർട്ടി വിട്ട 8 MLA-മാരും BJP-യിൽ. പാർട്ടി അംഗത്വം സ്വീകരിച്ചത് BJP ആസ്ഥാനത്തെത്തി. 8 പേരും വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വൈദികന്റെ പക്കൽ നിന്ന് 1.5 കോടി രൂപ തട്ടിയ കേസിൽ 2 പേർ പിടിയിൽ. കടുത്തുരുത്തി പോലീസ് പിടികൂടിയത് കോഴിക്കോട് താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് മിനാജിനെയും ഷംനാദിനെയും. നികുതിയിൽ കൈവച്ച് ഡൊണാൾഡ് ട്രംപിന്റെ അയൽപ്പക്ക പോര്. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25%, ചൈനയ്ക്ക് 10% നികുതി കൂട്ടി. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം വീണ്ടും ബന്ദികളെ വിട്ടയച്ചു. ഇന്ന് ഹമാസ് 3 ബന്ദികളെയും ഇസ്രയേൽ 183 തടവുകാരെയും മോചിപ്പിച്ചു. കൈമാറ്റം റെഡ് ക്രോസിന്റെ സഹായത്തോടെ. ഹമാസ് ഇതുവരെ മോചിപ്പിച്ചത് 18 ബന്ദികളെ.